തെരഞ്ഞെടുപ്പ് ഫലം, അതായത് നമ്മുടെ വോട്ട് വൈബ് നടത്തിയ സർവേകളിൽ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മലബാർ മേഖലയിൽ UDFനാണ് ഒരു അപ്രമാദിത്വം. വോട്ട് ഷെയർ ഒക്കെ പരിശോധിക്കുമ്പോൾ അത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഒരു മേൽക്കൈ ലഭിക്കുന്നു. മധ്യ കേരളത്തിലും അവരുടെ ഒരു തിരിച്ചുവരവ് എന്ന നിലയിലാണ് കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെയൊക്കെ LDFന് അവരുടേതായ സ്വാധീനമുണ്ട്. ചില മണ്ഡലങ്ങളൊക്കെ അവരുടെ കോട്ടകൾ എന്ന നിലയിൽ ആണ് താനും. തെക്കൻ കേരളത്തിൽ ഒരു LDF മെജോറിറ്റിയാണ് നേരത്തെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ അവിടെയും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ എന്നതാണ് പല സർവേകളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലം എങ്ങനെയാണ് നമുക്ക് ഈ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രമായി കണക്കാക്കുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുകിൽ ഇഞ്ചോടിഞ്ച് ഫൈറ്റ് പല മണ്ഡലങ്ങളിലും, അതല്ല എങ്കിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ വ്യക്തമായൊരു മെജോറിറ്റി വോട്ടർമാരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായും അറിയാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും കഴിയുന്നില്ല എന്നതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയും. അഭിലാഷ്, അത് തന്നെയാണ്. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് UDF അനുകൂലമായ പൊതു രാഷ്ട്രീയം രൂപപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ എക്സിറ്റ് പോളിന് അനുകൂലമായി വരുന്നത്. ഈ ചില മണ്ഡലങ്ങളുടെ കണക്കെടുപ്പിലും അതിന്റെ നേരിയ മാർജിനുകളിലെ മാറ്റങ്ങളിലുമൊക്കെ ഒരുപക്ഷെ ടോട്ടൽ റിസൾട്ടിൽ മാറ്റം വന്നേക്കാം. പക്ഷേ സംസ്ഥാനത്തിന്റെ പൊതുരാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവിടുത്തെ ജാതിമത സമവാക്യങ്ങളൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഒരു പൊതുരാഷ്ട്രീയം UDFന് അനുകൂലമാണ്. നേരത്തെ അഭിലാഷ് പരാമർശിച്ചതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷമുണ്ട്, മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. നേരത്തെ തന്നെ മുസ്ലിം ന്യൂനപക്ഷം ഇക്കുറി എതിരായി ചിന്തിക്കുമെന്ന തിരിച്ചറിവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇടതുപക്ഷത്തിനുള്ളത്, CPM ഉണ്ട്. അതനുസരിച്ചുള്ള സ്ട്രാറ്റജി മേക്കിംഗ് ആണ് അവർ നടത്തി വന്നതും. പക്ഷേ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും വിപുലമായി തന്നെ ഇത്തവണ ഇടതുപക്ഷത്തെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ കേരളത്തിൽ BJP ലക്ഷ്യമിട്ട ഒരു ക്രിസ്ത്യൻ നയതന്ത്രം വേണ്ടത്ര രീതിയിൽ ഏച്ചാതെ പോയതിന്റെ നഷ്ടം പേറേണ്ടി വരിക ഒരുപക്ഷെ ഇടതുപക്ഷമായിരിക്കുമെന്നാണ് രാഷ്ട്രീയം. കാരണം ഈ ക്രിസ്ത്യൻ നയതന്ത്രം BJPയുടേത് വേണ്ട രീതിയിൽ ഫലവത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ UDFിലേക്ക് പോവേണ്ട കുറെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ BJP സമാഹരിച്ച് കൊണ്ടുപോയേനെ. പക്ഷെ അത് സംഭവിക്കുന്നില്ല എന്നതാണ് ഈ എക്സിറ്റ് പോളുകൾ പൊതുവിൽ പറഞ്ഞു വെക്കുന്നത് എന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ UDF എന്ന രാഷ്ട്രീയ നേതൃത്വം, മുന്നണി കേരളത്തിൽ രൂപപ്പെട്ടപ്പോൾ അവർ അവകാശപ്പെട്ടിരുന്ന അവരുടെ പരമ്പരാഗത വോട്ടുകൾ അതേപടി വീണ്ടും സമാഹരിക്കപ്പെടുന്നു. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം ലീഗിന്റെ ചിറകിലേറി വരുന്ന മുസ്ലിം വോട്ടുകളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. ഒപ്പം പരമ്പരാഗതമായ മധ്യ തിരുവിതാംകൂറിലെ അടക്കമുള്ള ക്രിസ്ത്യൻ വോട്ടുകളും ഇത്തവണ UDFിലേക്ക് പതിവ് പോലെ പോൾ ചെയ്യപ്പെടുന്നു. അങ്ങനെ പോൾ ചെയ്യപ്പെടുമ്പോൾ അത് ഫലം മാറ്റുന്ന കുറെ മണ്ഡലങ്ങളുണ്ട് എന്നതാണ് സാഹചര്യം. അത് ഇടുക്കിയിലുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, കോട്ടയത്തുണ്ട്, എറണാകുളത്തുണ്ട്. അങ്ങനെ ആ മണ്ഡലങ്ങളിലൊക്കെ ഒരു വലിയ വേവായി തന്നെ അത് രൂപപ്പെട്ടേക്കാം. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ സൂചിപ്പിച്ചതുപോലെ തെക്കൻ കേരളമാണ് ഇപ്പോഴും അല്പമെങ്കിലും എഡ്ജ് ഇടതുപക്ഷത്തിന് ഈ സർവേകൾ പൊതുവിൽ പറയുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിലും മുന്നേറ്റത്തിന്റെ സൂചനകൾ തന്നെയാണ് ഉള്ളത്. അതായത് നിലവിലുള്ള അവസ്ഥയിൽ ഭേദപ്പെട്ട ഒരു പ്രകടനം നടത്തിയാൽ പോലും അതൊരു വലിയ വിജയമായി മാറും. കേരളത്തിന്റെ മറ്റ് രണ്ട് മേഖലകളും തെക്കൻ കേരളം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ UDFന് എന്നതാണ് സ്ഥിതി. അതാണ് ഈ നൽകുന്ന സൂചനകൾ. ഒരുപക്ഷെ ഈ തെക്കൻ കേരളത്തിന്റെ കണക്കെടുപ്പിൽ നിർണായകമാവുക, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കണക്കെടുപ്പിൽ നിർണായകമാവുക, അവിടെ കേരളത്തിന്റെ അതിർത്തി മേഖലയിലുള്ള നാടാർ വോട്ടുകൾ വലിയൊരു കീ ഫാക്ടറായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ട് ഒരു ജാതി വിഭാഗത്തിന്റെ വോട്ടുകൾ ഇത്ര കീ ഫാക്ടറായി എന്ന് ചോദിച്ചാൽ അത് ചില മണ്ഡലങ്ങളിലെ ജയപരാജയം നിശ്ചയിക്കുന്നതിൽ വളരെ നിർണായകമാണ്. നെയ്യാറ്റിങ്കര, അരുവിക്കര, കാട്ടാക്കട അടക്കമുള്ള മണ്ഡലങ്ങളിൽ അത് വലിയ കീ ഫാക്ടറായി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു നാടാർ സമുദായ നേതാവിനെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞു. ആ നീക്കത്തിലൂടെ കേരളത്തിൽ അവർ ലക്ഷ്യമിട്ട നയതന്ത്രം, ഇങ്ങനെ പല സാധ്യതകളുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ, അതായത് പ്രതീക്ഷ വെച്ച് പുലർത്താത്ത ഇടങ്ങളിൽ പുതിയ ചില സാധ്യതകൾ തേടുക കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അത് ഫലം കണ്ടിട്ടുണ്ടാവണം തെക്കൻ കേരളത്തിൽ. അതാണ് ഈ തരത്തിലുള്ള ചില സൂചനകൾ പങ്കുവയ്ക്കുന്നതിന് കാരണം. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. UDF കേന്ദ്രങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകാവുന്ന മുഖ്യമന്ത്രി ചർച്ചയൊക്കെ ഒന്നുകൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് സൂചനകൾ, എക്സിറ്റ് പോൾ ഫല സൂചനകൾ തന്നെയാണ് പുറത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.